നമസ്കാരം. കൊല്ലം ജില്ലയിലെ ചവറയ്ക്കും കരുനാഗപ്പള്ളിക്കും ഇടയിലുള്ള ഒരു കൊച്ചു പ്രദേശമാണ് പന്മന. പന്മന രാമചന്ദ്രൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പന്മന രാമചന്ദ്രൻ മലയാള ഭാഷയിലെ ഒരു പണ്ഡിതനായിരുന്നു, ഭാഷാശുദ്ധിയുടെ ആളായിരുന്നു. ഉച്ചാരണത്തിലാണെങ്കിലും എഴുത്തിലാണെങ്കിലും ഒക്കെ അദ്ദേഹത്തെ പോലെ ശ്രദ്ധാലുവായ ഒരു പണ്ഡിതൻ മലയാളത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. പലർക്കും അറിയാത്ത, പന്മനക്കാർക്ക് അറിയാവുന്ന ഒന്ന്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന ചട്ടമ്പി സ്വാമികൾ സമാധിയിരുത്തിയിരിക്കുന്നത് പന്മനയിലാണ്. പന്മന ആശ്രമം ആ ഓർമ്മകളുടെ തുടർക്കഥയാണ്. പന്മനയിൽ ധാരാളം വായനശാലകളുണ്ട്, ധാരാളം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളുണ്ട്. ഇത്രയേറെ വായനശാലകളും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളുമുള്ള, ഇത്രയേറെ മതേതരത്വമുള്ള, എല്ലാ സമുദായങ്ങളിലും പെട്ട ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന, ഭിന്നതയില്ലാതെ ജീവിക്കുന്ന അപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണ് പന്മന. പന്മനയുടെ രാഷ്ട്രീയം RSPയുടേതായിരുന്നു. ദീർഘകാലമായി പന്മന ഭരിച്ചിരുന്നത് RSP ആയിരുന്നു. RSP 99 പിളർന്നതോടെ 1/4 നൂറ്റാണ്ടായി അവർക്കത് നഷ്ടപ്പെട്ടു പോയി. ചെങ്കൊടിയാണ് പിന്നീട് അവിടെ പാറിയത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിന് മാറ്റമുണ്ടായി. കോൺഗ്രസ് പഞ്ചായത്ത് പിടിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റായത് കോൺഗ്രസ് ആണ്. കഷ്ടി 1 വർഷം കൂടി തെരഞ്ഞെടുപ്പിന് ഇനി ബാക്കിയുള്ളപ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞ് പകരം RSPയുടെ മെമ്പറായ P. ശ്രീകലയെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു. നാളെ P. ശ്രീകല പന്മന പഞ്ചായത്തിന്റെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഡിസംബറിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് 10 മാസം ശ്രീകലയ്ക്ക് ആ പദവിയിലിരിക്കാം. ശ്രീകലയെ തേടിയെത്തിയിരിക്കുന്നത് സമാനതകളില്ലാത്ത ഒരു അംഗീകാരമാണ്. ആരെയും കരളലിയിപ്പിക്കുന്ന നിഷ്കളങ്കമായ സ്നേഹത്തിന് കിട്ടിയ സമ്മാനമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 4 വർഷം മുമ്പ് ശ്രീകലയെക്കുറിച്ച് മറുനാടൻ പ്രേക്ഷകരോട് ഞാൻ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. ഷംല നൌഷാദ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തക P. ശ്രീകല 2020 തെരഞ്ഞെടുക്കപ്പെട്ടതിനെ കുറിച്ച് എഴുതിയ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വായിച്ചുകൊണ്ടായിരുന്നു ഞാനൊന്ന് പ്രേക്ഷകരോട് ശ്രീകലയുടെ കഥ പറഞ്ഞത്. ആ പോസ്റ്റ് ഒരിക്കൽ കൂടി വായിക്കാം. വീണുപോകുമ്പോൾ ഉറ്റവരെ പോലും വിട്ടുകളയുന്ന വർത്തമാനകാലത്ത് ഈ വിജയനിമിഷത്തിൽ നാം കണ്ടു പഠിക്കണം ഈ സ്നേഹത്തെ, ഈ നന്മയെ. നിങ്ങളറിയാൻ ഞാനിതിവിടെ കുറിക്കട്ടെ. പന്മന പഞ്ചായത്ത് 6ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച P. ശ്രീകല ചേച്ചിയെക്കുറിച്ച് മുൻപേ എഴുതിയിരുന്നു. ഏറെ പ്രതീക്ഷയോടെ തുടങ്ങിയ ജീവിതം കഷ്ടപ്പാടിന്റെ കയത്തിൽ വീണപ്പോഴും തളരാതെ മുന്നോട്ട് നീങ്ങുന്ന കലച്ചേച്ചി. പ്രവാസിയായിരുന്നു ഭർത്താവ്. കഴിഞ്ഞ 12 വർഷമായി പരസഹായമില്ലാതെ മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥ. 2 മക്കളുടെ പഠനം, ജീവിത പ്രശ്നങ്ങൾ. ഇതിനിടയിൽ അപ്രതീക്ഷിതമായി RSPയിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന്റെ 20 വർഷത്തെ ഉരുക്കുകോട്ടയിൽ UDF സ്ഥാനാർത്ഥിത്വം. പരീക്ഷിക്കാനും പരിഹസിക്കാനും എതിരാളികൾ മുതിർന്നപ്പോൾ നല്ല സമൂഹം ഒന്നടങ്കം ഒപ്പം നിന്നു. ഈ ഞാനും കലച്ചേച്ചിയോടൊപ്പം എത്തി. കലച്ചേച്ചിയുടെ വിജയം ഏറെ ആഗ്രഹിച്ചിരുന്നു. ഒരു നിയോഗം എന്ന പോലെ ഞാൻ ഈ വാർഡിലെ കൗണ്ടിംഗ് ഏജന്റായി. 6ാം വാർഡിലെ ടേബിളിന് മുന്നിൽ കലച്ചേച്ചിയുടെ തെരഞ്ഞെടുപ്പ് വിധി നിർണ്ണയിക്കുന്ന മേശയ്ക്ക് മുന്നിൽ പ്രാർത്ഥനയോടെ നിന്ന നിമിഷങ്ങൾ. പടപട ഇടിക്കുന്ന നെഞ്ചിന്റെ ശബ്ദവും എൻ്റെ പരിഭ്രമവും ഒതുക്കിപ്പിടിക്കാൻ ഏറെ പ്രയാസപ്പെട്ടു. വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹിച്ച ആ ഉജ്ജ്വല വിജയം. എത്ര അടക്കിയിട്ട് സന്തോഷം കണ്ണീരായി. പിന്നെ വാർഡിലേക്ക്. അവിടെ പരസഹായമില്ലാതെ നടക്കുവാൻ സാധിക്കാതെ ചേച്ചിയുടെ പ്രിയപ്പെട്ടവൻ വേച്ചടുക്കുമ്പോൾ ഓടിയെടുത്തു കലച്ചേച്ചി. സ്നേഹബന്ധങ്ങൾ ദൈവം അടയാളപ്പെടുത്തി കൺമുമ്പിൽ കണ്ട സുന്ദര നിമിഷം. തൻ്റെ പ്രിയപ്പെട്ടവനെ എന്തു വീഴ്ച വന്നാലും അഗ്നിസാക്ഷിയായി ദൈവം കൂട്ടിച്ചേർത്ത ബന്ധത്തെ മുറുകെ പിടിക്കുന്ന കലച്ചേച്ചിയിൽ നിന്ന് നമ്മളെല്ലാവരും ഒരുപാട് പഠിക്കാനുണ്ട്. കുറവുകളിലും വീഴ്ചകളിലും കൂടെ ചേർത്ത് നിർത്തേണ്ട നല്ല സ്നേഹമാണ് ദാമ്പത്യം. ആ സ്നേഹത്തിന് ഈ ലോകം കണ്ട ഏറ്റവും വലിയ താളമുണ്ട്. അതേ, ഹൃദയമെടുപ്പിൻ്റെ താളമുണ്ട്, സ്നേഹത്തിൻ്റെ രാഗമുണ്ട്, കരുതലിൻ്റെ ശ്രുതിയുണ്ട്, പ്രതിബദ്ധതയുടെ ലയമുണ്ട്. ഇങ്ങനെയുള്ളവരാണ് നാടിന് മാതൃക. എൻ്റെ പ്രിയപ്പെട്ട കലച്ചേച്ചി ഈ നന്മയുടെ പരകോടിയിൽ നിൽക്കുന്ന മാതൃകയ്ക്ക് ഒത്തിരി സ്നേഹത്തോടെ, ഒപ്പം നല്ല ആശംസകളോടെ സ്വന്തം സഹോദരി. ശ്രീകലയുടെ ഭർത്താവ് സ്ട്രോക്ക് വന്ന് തളർന്നുപോയ ആളാണ്. ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും പരസഹായമില്ലാതെ നടക്കാൻ പോലും കഴിയാതെ വേച്ചാണ് ജീവിതം. പക്ഷെ ആ പ്രതിസന്ധിയൊന്നും ശ്രീകലയെ തളർത്തിയില്ല. ശ്രീകല പൊതുപ്രവർത്തനം നടത്തി, പഞ്ചായത്ത് മെമ്പറായി. വിജയം കൈവരിച്ചപ്പോൾ പതിയെ നടന്നു വരുന്ന ഭർത്താവിനെ കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവർ സന്തോഷം പ്രകടിപ്പിക്കുന്ന ദൃശ്യം. ആ ദൃശ്യമാണ് വാസ്തവത്തിൽ ഈ സ്നേഹക്കുറിപ്പിൻ്റെ ആധാരമായി മാറിയത്. നിഷ്കളങ്കമായ ശ്രീകലയുടെ ആ സ്നേഹത്തിൻ്റെ ദൃശ്യം ഇന്നും പന്മനക്കാരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീകല 10 മാസത്തേക്കെങ്കിലും പന്മന പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആകുമ്പോൾ ഏത് മനുഷ്യനാണ് ആഹ്ലാദ കണ്ണുനീർ വരാത്തത്? പ്രിയപ്പെട്ട ശ്രീകലയ്ക്ക് എല്ലാവിധ ആശംസകളും.